നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനധികൃത പട്ടയങ്ങളും ആധാരങ്ങളും സംസ്ഥാനത്ത് അനവധിയുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്. ഗവൺമെന്റ് ജീവനക്കാർ സ്വകാര്യ ഭൂമിയിൽ സർവേ നടത്തുന്നത് നിർത്തലാക്കുമെന്നും മന്ത്രി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം വിളിച്ചോതി ഞായറാഴ്ച ബലിപെരുന്നാൾ. പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി. തളിപ്പറമ്പ് പൂവോട് കീഴാറ്റൂർ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച തെങ്ങോലപ്പുഴുവിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗബാധയേറ്റ തെങ്ങോലകൾ വെട്ടിമാറ്റി തീയിട്ട് നശിപ്പിച്ചു തുടങ്ങി. എതിർകിടങ്ങളെ നിക്ഷേപിച്ചു തുടങ്ങുന്ന പ്രവൃത്തിയും ആരംഭിച്ചു. തളിപ്പറമ്പ് മട്ടന്നൂർ ബൈപ്പാസ് പാത യാഥാർത്ഥ്യമാകുന്നു. മുല്ലക്കൊടി നണിച്ചേരിക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം 7-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. അനധികൃത പട്ടയങ്ങളുടെയും ആധാരങ്ങളുടെയും കുത്തൊഴുക്കാണ് ഇടുക്കി ജില്ലയിലടക്കം നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് ആലക്കോട്ട് പറഞ്ഞു. എല്ലാ വായിക്കുന്ന വാർത്തകൾ അനധികൃതമായ ഭൂമി കയ്യേറ്റമാണ്. നിർഭാഗ്യകരമായ കാര്യം, അനധികൃതമായി ഭൂമി കയ്യേറുന്ന ആളുകൾ പോലും ആരെങ്കിലും സ്വാധീനിച്ച് എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കി വെക്കുന്നു. അവർക്കും ചില രേഖകളുടെ പിന്തുണത്തിലാണ് ആളുകൾ മുമ്പോട്ട് പോകുന്നത്. വ്യാജ രേഖകളും വ്യാജ പട്ടയങ്ങളും ഇന്ന് ഇടുക്കി ജില്ല അടക്കം പലയിടത്തും ഇന്ന് പൊടികുത്തി മാറുകയാണ്. ഇതിന് അവസാനം കുറിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ മുൻഗണന എത്രയും വേഗം തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെങ്കിലും റീസോർട്ട് പൂർത്തിയാക്കണം. അടൂർ പ്രകാശ് മന്ത്രിയുടെ പറഞ്ഞത് അവരുമായി സംസാരിച്ച് ഓരോരുത്തരും ചെയ്യുന്ന മേഖല അവർ ചെയ്യട്ടെ. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഭാരിച്ച വർക്കുകളുടെ മേഖലയിൽ ഈ രംഗത്തുള്ള മറ്റാളുകളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് സർവേ പൂർത്തിയാക്കിയിരുന്നത് ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഗവൺമെന്റ് ജീവനക്കാർ സ്വകാര്യ ഭൂമിയിൽ സർവേ നടത്തുന്നത് നിർത്തലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് നിലവിൽ കുത്തൊഴിഞ്ഞ സ്ഥിതിയിലാണ്. വർഷങ്ങൾ ഏറെ കടന്നിട്ടും റീസർവേ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ.എൽ. സത്യകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സി.എം. രഘു, ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം.വി. രമേശൻ, ബാർ അസോസിയേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് ബിനോയ്, കെ.വി. ദിവാകരൻ, കെ.വി.ഇ.എസ്. പ്രസിഡന്റ് കെ.എം. ഹരിദാസ്, ബാബു ജോസഫ്, ടി.എം. മാത്യു, കെ.എം. മാത്യു എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം എം.എ. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. സ്വയം തൊഴിൽ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ വിദ്യാർത്ഥി സമൂഹം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് സിൽവർ ജൂബിലി ലോഗോ പ്രകാശനവും അവാർഡ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ.സി. ജോസഫ്. കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തതിന്റെ ഫലമായി കേരളം വികസന കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ 10 വർഷം പിന്നിലായി. കമ്പ്യൂട്ടറൈസേഷന് വേണ്ടി ആദ്യം ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അനുവദിച്ചില്ല. അതിൻ്റെതായ സമരങ്ങളായിരുന്നു. കാരണം കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ പറ്റിയ സമരങ്ങൾ. കമ്പ്യൂട്ടർ വന്നാൽ തൊഴിലില്ലായ്മ ഉണ്ടാകും, കമ്പ്യൂട്ടർ എന്തോ വലിയ അപകടകാരിയാണെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെതിരായ സമരം നടത്തി കേരളം ആ രംഗത്ത് ഏതാണ്ട് 10 കൊല്ലം പിന്നോക്കം പോയി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മുമ്പോട്ട് പോയപ്പോൾ കേരളം മടിച്ചു നിന്നു. കേരളം എതിർപ്പുകളിലായിരുന്നു. എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായ മാറ്റം കേരളത്തിലുണ്ടാകാൻ 10 കൊല്ലം വൈകിപ്പോയി. യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നുണ്ടെന്നും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വലിയ തൊഴിൽ സാധ്യതകളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നതെന്നും മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. ലോക മലയാളി സംഘടനയായ വേൾഡ് മലയാളി കൌൺസിൽ നടത്തിയ പ്രസംഗ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ.എ. സർല മുഖ്യാതിഥിയായി. വേൾഡ് മലയാളി കൌൺസിൽ നോർത്ത് കേരള പ്രോവിൻസ് ഡോക്ടർ ഇ.ഡി. ജോസഫ് അധ്യക്ഷത വഹിച്ചു. പി. ലക്ഷ്മണൻ, ഇ. ചന്ദ്രൻ, കെ. മാധവൻ, ഇ. ദേവദാസ്, സി. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം വിളിച്ചോതി ഒരു ബലിപെരുന്നാൾ കൂടി സമാഗതമായി. ഈദുൽ അസ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗോജ്വലമായ സഹനവും ഉത്ബോധനവുമാണ് ബലിപെരുന്നാൾ ദിനത്തിൽ തക്ബീർ ധ്വനിയിലൂടെ സന്ദേശമായി ഉയർത്തപ്പെടുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് സ്വന്തം പുത്രനെ പോലും ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കാനൊരുങ്ങിയ പ്രവാചക ശ്രേഷ്ഠന്റെ ധീരോദാത്തമായ സഹനത്തിന്റെ കഥയാണ് ഈദുൽ അസ്ഹ അഥവാ ബലിപെരുന്നാളിലൂടെ ഉദ്ഘോഷിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും മൈലാഞ്ചി അണിഞ്ഞും പരസ്പര സ്നേഹം പങ്കുവച്ച് ഭവനങ്ങളും പള്ളികളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. രാവിലെ നടക്കുന്ന 2 റക്അത്ത് പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും ഒരുങ്ങിക്കഴിഞ്ഞു. സർവ്വതും സൃഷ്ടാവിൽ അർപ്പിച്ച് ബലിപെരുന്നാൾ ദിനത്തെ ധന്യമാക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. തളിപ്പറമ്പ് കൂവോട് കീഴാറ്റൂർ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച തെങ്ങോലപ്പുഴു ശല്യത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു. കൃഷിവകുപ്പിന്റെയും പാടശേഖര സമിതികളുടെയും നേതൃത്വത്തിൽ രോഗം ബാധിച്ച ഓലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച് എതിർകീടങ്ങളെ തെങ്ങുകളിൽ നിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. തളിപ്പറമ്പ് നഗരസഭയിലെ കൂവോട് കീഴാറ്റൂർ ഭാഗങ്ങളിലാണ് തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമായത്. കീടങ്ങൾ ഇലകളിലെ ഹരിതകം ഊറ്റിക്കുടിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ഓലകൾ കരിഞ്ഞുണങ്ങുകയും ചെയ്യും. 5000-ഓളം തെങ്ങുകൾക്കാണ് രോഗം പടർന്നു പിടിച്ചത്. ഇതോടെ തേങ്ങകൾ ഉണ്ടാവാതിരിക്കുകയും കർഷകർ തീരാ ദുരിതത്തിലുമായി. കള്ളിച്ചെത്ത് തൊഴിലാളികൾക്ക് ജോലിയും ഇല്ലാതായി. പ്രതിരോധ നടപടിയുടെ ഭാഗമായി ആദ്യം മിത്രകീടങ്ങളെ രോഗബാധയുള്ള തെങ്ങുകളിൽ നിക്ഷേപിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. തുടർന്ന് കർഷക സംഘടനകളുടെയും നാട്ടുകാരുടെയും പരാതികളുടെയും നിവേദനത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചത്. തളിപ്പറമ്പ് നഗരസഭ 25,000 രൂപ ഇതിനായി അനുവദിക്കുകയും ചെയ്തു. രോഗം ബാധിച്ച ഓലകൾ വെട്ടിമാറ്റി തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മിത്രകീടങ്ങളെ തെങ്ങിൽ കയറ്റിവിടും. എറണാകുളം, വൈറ്റില, പരപ്പനങ്ങാടി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് മിത്രകീടങ്ങളെ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ തളിപ്പറമ്പ് കൃഷിഭവനിൽ വെച്ചും മിത്രകീടങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്ന് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ കെ ദീപ പറഞ്ഞു. ഏകദേശം 5000-ഓളം തെങ്ങുകൾക്ക് തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 തവണ നമ്മൾ ഇതിന് വേണ്ടി എതിർപ്രാണികളെ നമ്മൾ തെങ്ങിന്റെ മേലേക്ക് കയറ്റി വിടുകയും അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് ഈ ആക്രമണം തടയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും ഇനി ഇത് വരാനുള്ള സാധ്യത ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഈ ഓലകൾ ആക്രമണം ബാധിച്ച തെങ്ങോലകൾ മുഴുവൻ മാറ്റി ഈ ഭാഗത്തുള്ള ചെത്ത് തൊഴിലാളികളുടെയും പാടശേഖര സമിതി പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് നല്ലൊരു സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ഒരു ചെറിയ സഹായം തരാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഈ നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുകയും കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരവും അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷക സംഘടനകളുടെയും ആവശ്യം. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉൾപ്പെടെ വില കുതിച്ചുയരുമ്പോൾ ഈ ഭാഗത്തെ നാളികേര കർഷകർക്ക് ഇക്കുറി ഒരു തേങ്ങയും ലഭിച്ചിട്ടില്ല. മാസങ്ങളായി തുടരുന്ന തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണത്തെ അടുത്തു തന്നെ പൂർണ്ണമായും തടയാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കർഷകരും അധികൃതരും ഇപ്പോഴുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കലാപങ്ങൾ പതിവാക്കി മതവിദ്വേഷം പടർത്തി രാജ്യത്തെ ശിഥിലമാക്കുന്ന ഫാസിസ്റ്റ് സംഘമാണ് RSSൽ എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. രാജ്യത്തെ കലാപങ്ങൾക്ക് മുഴുവൻ RSSന്റെ ആസൂത്രിത നീക്കമാണെന്നും കേരളത്തിന്റെയോ രാജ്യത്തിന്റെയോ പുരോഗമന രീതിയിൽ RSSന് ഒരു പങ്കുമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. RSS BJP വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ CPM നടുവിൽ ടൗണിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പരസ്പരം തമ്മിലടിപ്പിച്ച് കലാപം നടത്താൻ ആസൂത്രിതമായിട്ടുള്ള പ്രവൃത്തികളാണ് നടന്നത്. അതിന്റെ ദുരന്തമാണിത്. ഇതിന്റെ എല്ലാം ഒരു ഭാഗത്ത് RSS ആണ്, ജനസംഘമാണ്, BJP ആണെന്ന് ഈ കമ്മീഷനുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മതവും വിശ്വാസവും മറയാക്കിയാണ് RSS കലാപങ്ങൾ മുഴുവൻ നടത്തുന്നത്. യഥാർത്ഥ വിശ്വാസികളോ വക്താക്കളോ അല്ല ഇവർ. നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് ഈ RSSന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തനങ്ങളെ തിരിച്ചറിയണം. ഇവിടെ സനാതനമായ ഹിന്ദുധർമ്മത്തിന്റെ അനുഷ്ഠാനങ്ങൾ അത് പരിപാടിയായി മാറ്റുക. അഷ്ടവിരോഹിണി അത് വിശ്വാസികളുടെ ദിനമാണ്. കേരളത്തിന്റെ പുരോഗതിയിൽ RSSന് ഒരു പങ്കുമില്ല.
കേരളം രൂപീകരിച്ചതിനു ശേഷം എന്തെങ്കിലും സംഭാവന ചെയ്തതായി RSSന് പറയാൻ കഴിയുമോ? കേരളത്തിന്റെ എല്ലാ സമഗ്ര പുരോഗതിക്കും എതിരായിട്ട് നിലപാട് സ്വീകരിച്ചവരാണ് RSSും BJPയും ജനസംഘവും ഒക്കെ. ഇവിടുത്തെ ഏത് പുരോഗതിയാണ് RSS പിന്തുണച്ചിട്ടുള്ളത്? RSS ഈ കേരളത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു? RSS അടക്കമുള്ള വർഗീയ സംഘടനാ പാർട്ടികളുടെ ആക്രമണത്തിൽ 556 CPM പ്രവർത്തകർ ഇതുവരെ കേരളത്തിൽ കൊല്ലപ്പെട്ടു. UDF അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം 19 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 9 പേരെയും വധിച്ചത് RSS ആണ്. 5 പേരെ കോൺഗ്രസും 4 പേരെ ലീഗ് അടക്കമുള്ള വർഗീയ ശക്തികളും ഒരു യുവാവിനെ മാഫിയ സംഘവും വെട്ടിക്കൊന്നു. കേരളത്തിൽ 556 CPM സഖാക്കളെ കോൺഗ്രസും RSSും ഈ NDFും SCPIയും തുടങ്ങിയിട്ടുള്ള ഭീകര സംഘടനകൾ എല്ലാം കൂടി വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 19 സഖാക്കളെ കേരളത്തിൽ വെട്ടിക്കൊന്നു. അതിൽ 9 പേരെ വെട്ടിക്കൊന്ന RSS, 5 പേരെ വെട്ടിക്കൊന്നത് കോൺഗ്രസ്, 4 പേരെ വെട്ടിക്കൊന്നത് ലീഗും മറ്റു വർഗീയ ശക്തികളുമാണ്. ഒരു ചെറുപ്പക്കാരനെ മാഫിയ സംഘം വെട്ടിക്കൊന്നു. ചടങ്ങിൽ CPM ആലക്കോട് ഏരിയ സെക്രട്ടറി M കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി സാജു ജോസഫ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വത്സൻ പനോളി, CV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 500ഓളം പേർ പങ്കെടുത്ത പ്രകടനം നടന്നു. പ്രകടനം പടിഞ്ഞാറേ കവലയിൽ നിന്ന് ആരംഭിച്ച് നടുവിൽ ടൌണിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. ദേശീയപാതയിലെ ദിശാസൂചക ബോർഡുകൾ യാത്രക്കാർക്ക് അത്യാവശ്യമാണ്. ഒരേ സ്ഥലത്തേക്ക് 2 കിലോമീറ്ററുകൾക്കിടയിൽ വ്യത്യസ്ത ബോർഡുകൾ സ്ഥാപിച്ച് യാത്രക്കാരെ വട്ടം കറക്കുകയാണ് കേരള ടൂറിസം വകുപ്പ്. ദേശീയപാതയിൽ പുതിയ തെരുവിൽ സ്ഥാപിച്ച ടൂറിസം വകുപ്പിന്റെ ബോർഡും വളപട്ടണത്തും സ്ഥാപിച്ച ബോർഡുകളാണ് യാത്രക്കാരെ കൺഫ്യൂഷനാക്കുന്നത്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെത്താൻ പുതിയ തെരുവിൽ നിന്നും 7 കിലോമീറ്റർ ടൂറിസം വകുപ്പിന്റെ പുതിയ തെരുവിൽ സ്ഥാപിച്ച ബോർഡിൽ രേഖപ്പെടുത്തിയപ്പോൾ വളപട്ടണത്ത് സ്ഥാപിച്ച ബോർഡിൽ 12 കിലോമീറ്റർ ദൂരമെന്നാണുള്ളത്. 3 വർഷം മുമ്പ് വളപട്ടണത്ത് സ്ഥാപിച്ച പഴയ ബോർഡിലും 12 കിലോമീറ്റർ എന്നാണ്. കേരള ടൂറിസം വകുപ്പാണ് ദേശീയപാതയിൽ ദിശാസൂചക ബോർഡുകൾ സ്ഥാപിച്ച് യാത്രക്കാരെ വട്ടം കറക്കുന്നത്. പാപ്പിനിശ്ശേരി ഭാഗത്ത് സ്ഥാപിക്കേണ്ട ബോർഡ് മാറി പുതിയ തെരുവിൽ സ്ഥാപിച്ചതെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. ഇത് മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയിലാണ് ചെറുകുന്ന അമ്പലത്തിലേക്കുള്ള ഭക്തരുടെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. പാചകത്തൊഴിലാളികൾക്ക് അർഹിക്കുന്ന പരിഗണന സമൂഹത്തിൽ കിട്ടുന്നില്ലെന്ന് പാചകത്തൊഴിലാളി യൂണിയൻ. കണ്ണൂർ ജില്ലാ സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കൺവെൻഷനിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. AKG ഹാളിൽ നടന്ന കൺവെൻഷൻ KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന തൊഴിലാളി വിഭാഗമാണ് പാചകത്തൊഴിലാളികൾ. സ്കൂൾ മാനേജ്മെന്റുകൾ ഇവരോട് ക്രൂരമായാണ് പെരുമാറുന്നതെന്നും KP സഹദേവൻ പറഞ്ഞു. അധികൃതർ, മാനേജ്മെന്റ് അയച്ച പ്രതികൾ മിക്കവാറും ഹെഡ്മാസ്റ്റർമാരെയാണ് വായിച്ചത്. അവരൊരു ഭാഗത്ത് ഇവരുടെ പ്രതിനിധിയിൽ ഞാനൊരു ഭാഗം. അപ്പൊ ഞാൻ ഈ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ രാവിലെ വരുന്നു, അവർ തന്നെ ഈ പറയുന്ന വിറകും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടാണ് പലയിടത്തും വരുന്നത്. അവർ ജോലി ചെയ്യുന്നു, അവർക്ക് 15 രൂപയാണ് കൊടുക്കുന്നതിൽ മാറ്റം വേണം. ആ മാറ്റം നിങ്ങൾ കൊടുക്കണം. അവർ വളരെ പാവങ്ങളാണ്, വളരെ പാവങ്ങളിൽ പാവങ്ങൾ. M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. N ചന്ദ്രൻ, ഗണേശൻ, ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് ഭാഗത്തു നിന്നും നിർദ്ദിഷ്ട മട്ടൺ വിമാനത്താവളത്തിലേക്കുള്ള ബൈപ്പാസ് പാത യാഥാർത്ഥ്യമാകുന്നു. മുല്ലക്കൊടി നണിച്ചേരി കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം 7-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കും. നണിച്ചേരി കടവില് ഇപ്പോൾ അനുമതിയായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം തറക്കല്ലിടല് 7-ാം തീയതി വൈകുന്നേരം നടക്കുക. 2:30 മണി. പാലത്തിന്റെ പ്രാധാന്യം നമ്മുടെ വിമാനത്താവളം പൂർത്തീകരിച്ചാൽ പയ്യന്നൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് ദൂരം കുറയുകയും ട്രാഫിക് ബ്ലോക്ക് ഒഴിവാകുകയും ചെയ്യും എന്നതാണ്. ഈ പാലം വരുന്നതോടുകൂടി തളിപ്പറമ്പ്, കണ്ണൂർ ഈ 2 ടൗണിലും പ്രവേശിക്കാതെ പയ്യന്നൂർ
കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ മുല്ലക്കൊടി നണിച്ചേരി വാസികളുടെ ചിരകാല അഭിലാഷമാണ് നണിച്ചേരിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയെയും മയ്യിൽ പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന നണിച്ചേരിക്കടവ് പാലം തളിപ്പറമ്പ് മയ്യിൽ എന്നീ പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 2014 മാർച്ച് 5-നാണ് പാലത്തിന് 34.50 കോടി ഭരണാനുമതി ലഭിച്ചത്. ജൂലൈ 2 സർക്കാർ ഉത്തരവ് പ്രകാരം 39.6 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചു. തുടർന്ന് പാലത്തിന്റെ പ്രവൃത്തി കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയായിരുന്നു. പാലത്തിന് 25 മീറ്ററിന്റെ 15 സ്പാനുകളിലായി 375 മീറ്റർ നീളവും 5.5 കിലോമീറ്റർ ദൂരത്തിൽ ചെറു റോഡുകളും ഉൾപ്പെട്ടതാണ് പ്രവൃത്തി. പാലത്തിന് 7.5 മീറ്റർ വീതിയും ഇരുഭാഗങ്ങളിലും കാൽനടയാത്രയ്ക്കായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കും. പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തളിപ്പറമ്പിൽ നിന്നും മട്ടന്നൂരിലേക്ക് 10 കിലോമീറ്റർ ദൂരം ലാഭിക്കാം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു എന്നിവരുടെ സംയോജിതമായ ഇടപെടലും നാട്ടുകാരുടെ സഹകരണവുമാണ് പാലം യാഥാർത്ഥ്യമാകാൻ സഹായിച്ചതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 7-ന് നടക്കുന്ന പാലം പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്, കണ്ണൂർ MP PK ശ്രീമതി, ജെയിംസ് മാത്യു MLA, TO സൂരജ് IAS എന്നിവർ സംബന്ധിക്കും. P ബാലൻ, KC ഗണേശൻ, P അസൈനാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് കരിമ്പത്തെ വികസന പരിശീലന കേന്ദ്രം ഇനി ജൈവവേലിയാൽ സുരക്ഷിതം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ETCക്ക് ചുറ്റും ജൈവവേലി നിർമ്മിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് മനോഹാരിതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി നമ്മൾ കോൺക്രീറ്റ് മതിലുകളും കല്ലുവെച്ച് കെട്ടിയുള്ള മതിൽ നിർമ്മാണവും ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ മതിലുകൾ ഇടിഞ്ഞു വീണ് അപകടം സംഭവിക്കുകയും പണം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെയാണ് പഴയകാലത്തെ ജൈവവേലിയുടെ പ്രാധാന്യം എത്രത്തോളമെന്ന് മനസ്സിലാവുക. കരിമ്പം ETCക്ക് ചുറ്റും ജൈവവേലി നിർമ്മിക്കുന്നത് പ്രകൃതിയുടെ തനത് കാത്തുസൂക്ഷിക്കാനും കൂടിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സീമക്കൊന്ന, കവുങ്ങ് ബാരി എന്നിവ ഉപയോഗിച്ചാണ് ജൈവവേലി നിർമ്മാണം നടക്കുന്നത്. സാമഗ്രികൾ ശേഖരിച്ചതും ETCക്കകത്തു നിന്ന് തന്നെയാണ്. 23 സ്ത്രീകളാണ് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 4 ആഴ്ചയായി പ്രവൃത്തികൾ ആരംഭിച്ചിട്ട്. നമ്മൾ 4 ആഴ്ചയായി ഈ പണി ചെയ്യുന്നത്. ETC കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കിട്ടും. സീമക്കൊന്നയും കവുങ്ങും എല്ലാം നമ്മൾ കൊത്തിക്കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ കിട്ടുന്നതാണ്. ആദ്യഘട്ടമായി തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതക്കരികുകളിൽ മാത്രമാണ് ജൈവവേലി നിർമ്മിക്കുക. ഘട്ടം ഘട്ടമായി ചുറ്റിലും ജൈവവേലി നിർമ്മാണം പൂർത്തിയാക്കും. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും കോട്ടം തട്ടാത്ത ജൈവവേലി നമ്മുടെ വീടിന് ചുറ്റിലും നമുക്കും നിർമ്മിക്കാം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ശ്രീകണ്ഠപുരം കോട്ടൂർ പുഴയിൽ മുങ്ങി മരിച്ച കോട്ടൂർ സ്വദേശി ജോയ്സിയുടെ വീട് മുൻ MP K സുധാകരൻ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും K സുധാകരൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PJ ആന്റണി, KP ഗംഗാധരൻ, ഷിജോ മറ്റപ്പള്ളി, MO മാധവൻ തുടങ്ങിയവർ K സുധാകരനോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ശ്രീകണ്ഠപുരം കണിയാറവയലിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണിയാറവയൽ റബ്ബർ തോട്ടത്തിലാണ് 4 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. പൂർണ്ണമായും അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയ നിലയിലായതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പാലക്കുന്നത്ത് രാധാകൃഷ്ണന്റേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിയുകയായിരുന്നു. ശ്രീകണ്ഠപുരം പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഇത് കൊയ്ത്തുകാലം. ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര നെൽകൃഷി വികസനത്തിന്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് C റീന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ നാട്ടിൽ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷിയിറക്കിയത്. കരിക്കൻകുളം പാപ്പിനിശ്ശേരി ഉജ്ജ്വല JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 7 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വിത്തിട്ടത്. കൃഷിയിൽ 100 മേനി വിളഞ്ഞപ്പോൾ നാടിനും നാട്ടാർക്കും മനം നിറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP മാലിനി, കൃഷി ഓഫീസർ KT രമ, CDS ചെയർപേഴ്സൺ AV സുശീല, വാർഡംഗങ്ങളായ PV ഗീത, P ശ്രീജ തുടങ്ങിയവർ കൊയ്ത്തിന് നേതൃത്വം നൽകി. നെല്ല് കൊയ്തതിനു ശേഷം ഉഴുന്നും പച്ചക്കറിയും കൃഷി ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. വരും കാലങ്ങളിലും കൃഷിയിൽ സജീവമാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി.
ശ്രീകണ്ഠാപുരം കോട്ടൂരിലെ ഉമേഷിനെ സംബന്ധിച്ച് മണൽ എന്നത് ഒരു നിർമ്മാണ വസ്തു മാത്രമല്ല, മിഴികൾക്ക് വിസ്മയമേകുവാനും മണലിന് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഉമേഷ് തന്റെ ചിത്രങ്ങളിലൂടെ. പ്ലൈവുഡിൽ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ ഫെവിക്കോൾ ചേർത്ത് മണൽ വിതറുകയാണ് ഉമേഷിന്റെ ചിത്രനിർമ്മാണ രീതി. ശ്രീകൃഷ്ണൻ, ഗണപതി തുടങ്ങിയ ഈശ്വര ചിത്രങ്ങൾക്ക് പുറമെ ചെഗുവേര, യേശുദാസ് ഇങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിന്റെ ചിത്രനിർമ്മാണം. കൂടാതെ പ്രകൃതി ദൃശ്യങ്ങളും. ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് മണൽ ഉപയോഗിച്ചാണ്. വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം മറ്റ് ചിത്രങ്ങൾ പോലെ ഓയിൽ പെയിൻറ്റോ അല്ലെങ്കിൽ വാട്ടർ കളർ അതുപോലുള്ള കളർ ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഇതിപ്പം പൂർണ്ണമായിട്ടും ഫെവിക്കോളും മണൽ കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം 4 വർഷത്തോളമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള സഹകരണമാണ്. ഇപ്പം സുഹൃത്തുക്കളായാലും ഫ്രണ്ട്സായാലും അതുപോലെ വീട്ടുകാർ, സഹോദരികൾ, അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും ഈ ഭാഗത്ത് തന്നെയുള്ള ഗ്രാമദീപം സ്വാശ്രയ സംഘം അവരിതിന് നല്ല രീതിയിലുള്ളൊരു പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രദർശനം എന്ന രീതിയിൽ തന്നെ അവർ വെക്കാനുള്ള ഉദ്ദേശ കാര്യങ്ങളിലായിട്ട് മൊത്തം അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ അവർ നടത്തുന്നുണ്ട്. 5 അടിയോളം നീളമുള്ള ഗണപതി ചിത്രം ഏറെ ആകർഷണീയമാണ്. നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രോത്സാഹനമാണ് തന്നെ ഈ രംഗത്ത് തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഉമേഷിന്റെ സാക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. 2013 ഫെബ്രുവരിയിലെ ഉത്തരവനുസരിച്ച് വയോജനങ്ങൾക്ക് ബസ്സിൽ 20% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അർഹതപ്പെട്ടവർക്ക് സംവരണ സീറ്റ് ലഭിക്കുന്നില്ലെന്ന് കേരള സീനിയർ സിറ്റിസൺ ഫോറം. മുതിർന്ന പൌരന്മാർ, പുരുഷന്മാർ, സ്ത്രീകൾ എന്ന് മലയാളത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും വയോജനവേദി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 20% സീറ്റുകൾ ഏതൊക്കെയെന്ന് വ്യക്തമായി ബന്ധപ്പെട്ട സീറ്റുകളിൽ അടയാളപ്പെടുത്തി കാണുന്നില്ല. അടയാളപ്പെടുത്തിയത് തന്നെ ചില ബസ്സുകളിൽ 2 സീറ്റുകളുടെ മധ്യേ ചാരുപടിക്ക് നേരെയാണ്. അവകാശപ്പെട്ട സീറ്റ് ഏതാണെന്ന് വ്യക്തമാകുന്നില്ല. വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എഴുതിവെച്ചിട്ടുള്ളത്. ആയതിനാൽ മലയാള ഭാഷയിൽ മുതിർന്ന പൌരന്മാർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ബസിന്റെ ഫുട്ബോർഡിലെ പടികളിലൂടെ ഉയരം കുറയ്ക്കണം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓർഡർ അനുസരിച്ച് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കാൻ നിയമവിധേയമായി നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നും അപേക്ഷിക്കുന്നു. 2014 ഒക്ടോബർ 30-നകം അപേക്ഷയിൽ മേൽ നടപടി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. KB രമണി, K രാഘവൻ, TK കുഞ്ഞിരാമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മദ്യാസക്തി ഒരു രോഗമായി തീർന്നിട്ട് കാലമേറെയായി. ഏറ്റവും ഒടുവിൽ സർക്കാരിനും ബോധോദയം വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ പിറകെയാണ് കണ്ണൂർ എക്സൈസ് ഡിവിഷനിലെ നാടക പ്രവർത്തകർ. സമസ്ത മേഖലയിലും മദ്യം ഒഴിച്ചൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞിക്കാല് കാണുന്നത് മുതൽ മരണവീട്ടിൽ വരെ മദ്യം ഒഴിച്ചൂടാൻ പറ്റാത്ത വസ്തുവായി മാറിയ ഘട്ടത്തിലാണ് കണ്ണൂർ എക്സൈസ് വകുപ്പ് തെരുവ് നാടക ബോധവൽക്കരണത്തിനിറങ്ങിയത്. 40 മിനിറ്റ് നേരം ചിരിയും ചിന്തയും ആത്മസംഘർഷങ്ങളും പ്രേക്ഷക മനസ്സിലേക്ക് എത്തിക്കുന്ന നാടകത്തിൽ നിന്ന് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവൻ മദ്യപിച്ചിട്ടില്ല. പക്ഷെ ഇവൻ ലഹരിയിലാണ്. മാരകമായ മയക്കുമരുന്നിന്റെ ലഹരി. എന്റെ പ്രിയപ്പെട്ട ശിഷ്യ, നിങ്ങൾ ഇത്രയേറെ വേദനിപ്പിച്ചിട്ട് ഒരു ചെറുവ പ്രതികരിച്ചവൻ ഇവനെ നിങ്ങൾ അറിയണം. എന്നിട്ട് തീരുമാനിക്കുക ആരെ ശിക്ഷിക്കണമെന്ന്. ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്കൂളിന്റെയും നാടിന്റെയും സ്വപ്നമായിരുന്നവൻ ഇപ്പോൾ സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് മയക്കുമരുന്നിന്റെ മായകലോകത്താണ് എന്റെ കുട്ടി. ജോലിയുടെ ആത്മാർത്ഥതയ്ക്കിടയിലും കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഈ വഴിയെ എന്ന നാടകം വേദികൾ കീഴടക്കുകയാണ്. എക്സൈസ് വകുപ്പിന്റെ ജില്ലാ ഡിവിഷൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിരന്തരം ബോധവൽക്കരണ ക്ലാസുകളും നാടകങ്ങളും CD പ്രദർശനവും നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളിൽ നിന്നും നാടകത്തിനുള്ള പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രചന പ്രദീപ് കുമാർ കാവുന്തറയാണ്. സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രകാശ് ചങ്ങറാണ്.
ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എക്സൈസ് ജീവനക്കാരാണ്. ഇതിന് നമുക്ക് ഇപ്പോൾ എല്ലാ പ്രോത്സാഹനം നൽകുന്നത് ഹരിദാസൻ പാലക്കുള വീട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. ആരോഗ്യമുള്ള ഒരു തലമുറയുടെ രക്ഷയ്ക്ക് സുശക്തവും സുതാര്യവുമായ വികസന രാഷ്ട്രമാണ് നാടിന് വേണ്ടത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം ബോധവൽക്കരണ പരിപാടികളുമായി എക്സൈസ് വകുപ്പ് രംഗത്തുണ്ട്. സ്കൂളുകൾക്ക് പുറമെ കലാ സാംസ്കാരിക സംഘടനകളും നാടകം നാട്ടിന് പുറത്തെത്തിക്കാൻ രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. കൊട്ടില സർഗചേതന പബ്ലിക് ലൈബ്രറി ആഭിമുഖ്യത്തിൽ അനുമോദനവും പദ്ധതി രേഖ അവതരണവും തുടങ്ങി. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി സെക്രട്ടറി പി.കെ. ബൈജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ ഒരുപാട് വയോജന കേന്ദ്രങ്ങൾ വരികയാണ്. നമ്മുടെ ആളുകളെ ഒരു പ്രായം കഴിക്കുന്നവരെ എല്ലാവരെയും കൊണ്ടു തള്ളുന്ന കേന്ദ്രങ്ങളായിക്കൊണ്ട് വയോജന കേന്ദ്രങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊരു വയോജന കേന്ദ്രങ്ങളുടെ അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് മാത്രം വേണ്ടി ഒരു ദിവസം ഉറങ്ങുന്നത് വളരെ ഗൗരവത്തിൽ നമ്മുടെ സംസ്കാരിക കേരളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്ത് ഞങ്ങളെ കമ്മിറ്റികളൊക്കെ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റികൾ വരാൻ സാധിക്കും. അവർ പറയുന്നത് നമ്മുടെ കൊച്ചുമക്കളെ പേരമക്കളെ നോക്കുന്ന ആളുകളായിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പേരമക്കളെ നോക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാരണം ഒരു ഇപ്പോഴത്തെ ഉദ്ദേശമായിരിക്കില്ല, കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞ ആളുകളുണ്ട്. അവരുടെ മകന്റെയോ മകളുടെയോ കുട്ടികളെ നോക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മുടെ മുത്തശ്ശിമാർ മാറിക്കൊണ്ടിരിക്കുക. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എ. നാരായണനുള്ള അനുമോദനവും ഗ്രന്ഥശാലയുടെ ഗ്രേഡ് ഉയർത്തൽ പ്രഖ്യാപനവും മുത്തശ്ശിക്കൂട്ടം പദ്ധതി രേഖ അവതരണവും വായനാദീപം തെളിയിക്കലുമാണ് നടന്നത്. ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. എം. ചന്ദ്രൻ, പി. സുലോചന, പി. എം. കൃഷ്ണപ്രഭ, എം. വി. കൃഷ്ണൻ, പി. വി. പത്മനാഭൻ, എം. വി. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള സീനിയർ സിറ്റിസൺ ഫോറം തളിപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെ ആദരിച്ചു. ചെയർമാൻ ടി. നാരായണൻ ആദരണം നടത്തി. തളിപ്പറമ്പ് മുനിസിപ്പൽ വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഒ. കുഞ്ഞിക്കണ്ണൻ, കെ. മാധവൻ, പി. കൃഷ്ണൻ, പ്രൊഫസർ ടി. എം. രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം തളിപ്പറമ്പ് യൂണിറ്റിലെ അംഗങ്ങളായ 50 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ നടത്തി. UDF ജില്ലാ കൺവീനർ പ്രൊഫസർ എ. ഡി. മുസ്തഫ ധർണ ഉദ്ഘാടനം ചെയ്തു. 2014 ആകുമ്പോഴേക്ക് ആ 240-100 റുപ്യയിൽ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച്, വിഷമത്തെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന വസ്തുത. ഇത് മാറണം, ഇത് മാറ്റിയെടുക്കണം. ഇന്ത്യ രാജ്യത്തിൽ റബ്ബർ കൃഷി ചെയ്യുന്നതിൽ 90% റബ്ബർ കൃഷി നടത്തുന്നത് കേരളത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ കർഷകരുടെ പ്രമുഖ മേഖലയായ ഈ റബ്ബർ മേഖലയെ രക്ഷപ്പെടുത്തണം എന്നാണ് ഈ സമരത്തിലൂടെ കർഷക കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബറിന്റെ ഇറക്കുമതി നിർത്തിവെക്കുക, തറവില 175 രൂപയായി ഉയർത്തുക, സബ്സിഡി നൽകി സർക്കാർ റബ്ബർ സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. കെ. സി. വിജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ. ജെ. ജോസഫ്, എ. ഡി. ബാബു, ജെയ്സൺ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നാടിന്റെ പൊതുവികസനം ലക്ഷ്യമാക്കി ജനങ്ങളുടെ സഹകരണത്തോടെ പാടിക്കുന്ന് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചു. കരിങ്കൽക്കുഴി ബസാറിൽ ആരംഭിച്ച സൊസൈറ്റി ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. വിദേശ ബഹുരാഷ്ട്ര കമ്പനികളാണ് ഈ മാളുകൾ നടത്തുന്നതെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമ്മുടെ രാജ്യത്ത് ഒരു നിലയിലും വിനിയോഗിക്കപ്പെടില്ല. മൂന്നാമത്, ഇത്തരം വൻകിട മാളുകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് ന്യായമായ സേവന വേതന വ്യവസ്ഥകളൊന്നും അവിടെ നടപ്പാക്കപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഈ മാളുകളെ ശക്തിയുക്തം എതിർക്കുന്നതിനുള്ള അടിസ്ഥാനം. നാറാത്ത്, കൊളച്ചേരി, മയ്യിൽ, മലപ്പട്ടം, കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിലും തളിപ്പറമ്പ്, ആന്തൂർ വില്ലേജും ഉൾപ്പെട്ടതാണ് പാടിക്കുന്ന് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. മാലിന്യ പ്രശ്നവും വിലക്കയറ്റവും സൊസൈറ്റി ഗൌരവമായി കാണുകയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ജനങ്ങളുടെ സഹകരണത്തോടെ ഒരു ഹൈപ്പർ മാർക്കറ്റും മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റുമാണ് സൊസൈറ്റി ലക്ഷ്യമാക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം, ടൂറിസം മേഖലകളിൽ ഘട്ടം ഘട്ടമായി പ്രവർത്തനം വ്യാപിപ്പിക്കും.
പാടിക്കുന്ന് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് യു പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അജയകുമാർ പദ്ധതി വിശദീകരിച്ചു. സൊസൈറ്റി സെക്രട്ടറി കെ വി ശിവൻ, ബിജെപി നേതാവ് കെ പി ചന്ദ്രഭാനു, കോൺഗ്രസ് നേതാക്കളായ ഒ നാരായണൻ, കെ എം ശിവദാസൻ, സിപിഎം നേതാവ് പി പി കുഞ്ഞിരാമൻ, കെ വി ഗോപിനാഥ്, ബാലകൃഷ്ണൻ, പി പി ചന്ദ്രശേഖരൻ, ആർ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. സാമൂഹ്യനീതി വകുപ്പ് തളിപ്പറമ്പ് അഡീഷണൽ ICDS നേതൃത്വത്തിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ റംല പക്കർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമുക്കറിയാം, ഏറെ കുട്ടികൾ ഇങ്ങനെ ഡിസേബിൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷി ഉള്ള കുട്ടികൾ ഏറെ നമ്മുടെ ഇടയിലുണ്ട്. ഓരോ അമ്മയുടെയും മനസ്സിന്റെ വിങ്ങൽ കണ്ടെത്താൻ നമുക്കൊന്നും വേണ്ട. നമ്മുടെ തളിപ്പറമ്പ് നഗരസഭയുടെ കീഴിലുള്ള സ്നേഹതീരം എന്ന പേരുള്ള ഒരു ഗേൾസ് സ്കൂൾ ഇവിടെ ധർമ്മശാലയ്ക്കുണ്ട്. പലപ്പോഴും ശ്രദ്ധക്കുറവ് കൊണ്ടോ ചിലപ്പോൾ ആ കുട്ടി വലുതാകുമ്പോൾ ശരിയാവും എന്നുള്ള അമിത പ്രതീക്ഷ കൊണ്ടോ ആയിരിക്കാം അത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുന്നത്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമണി അധ്യക്ഷത വഹിച്ചു. കെ വി നാരായണൻ, സി വനജ, പി പി ഉഷ, പി ലീലാമ്മ, ഡോക്ടർ രജിത, ചേയിക്കുട്ടി എന്നിവർ സംസാരിച്ചു. 50ഓളം കുട്ടികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വന്യജീവി വാരാഘോഷം 2014 ഭാഗമായി ആറളം വന്യജീവി സംഗീതത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി ഫോട്ടോ പ്രദർശനം നടന്നു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പ്രദർശനം ശ്രദ്ധേയമായി. മനോജ് ഇരട്ടി, റസീന നാസിർ എന്നിവരുടെ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോകളാണ് പ്രദർശനത്തിനായി വെച്ചിരുന്നത്. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ ചുറ്റുപാടുള്ള നമുക്ക് കാണാൻ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ അതിനെ സംരക്ഷിക്കപ്പെടണമെന്ന് നമുക്കൊരു തോന്നലുണ്ട്. ഭംഗിയുള്ള സാധനങ്ങൾ എല്ലാവരും കുഞ്ഞു കുട്ടികളെ വളരെ നന്നായിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫിൽ നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിലെത്തിക്കുന്നത് വെച്ചാൽ ഈ കാടിൻ്റെ ഭംഗി, ഇത്ര ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ഈ ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട് എന്നുള്ളൊരു ബോധം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജനസമൂഹം കാണുന്നത് മനുഷ്യൻ ജീവിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. പക്ഷേ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും നമ്മളുടെ വന്യജീവികളും അതുകൂടാതെ ഒരുപാട് ജീവജാലങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇതിനെ സംരക്ഷിക്കപ്പെടണം, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യകത നമ്മുടെ ജനസമൂഹത്തിന് ഉണ്ടായിക്കൊടുക്കുക എന്നതാണ് ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് കൊണ്ട്. പലതരം വന്യജീവികളുടെയും പക്ഷിമൃഗാദികളുടെയും അത്യാകർഷകങ്ങളായ ഫോട്ടോ പ്രദർശനമാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 1ാമത് കേരള ഇന്റർ ബറ്റാലിയൻസ് ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ KAP ആസ്ഥാനത്തെ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിൽ നടന്നു. രാവിലെ നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ KAP 4ാം ബറ്റാലിയൻ, KAP 2ാം ബറ്റാലിയൻ പാലക്കാടിനെയും KAP 5ാം ബറ്റാലിയൻ മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറത്തെയും പരാജയപ്പെടുത്തി. വൈകുന്നേരം നടന്ന ഫൈനൽ മത്സരത്തിൽ 4-നെതിരെ 21 പോയിന്റ് നേടി KAP 5ാം ബറ്റാലിയനെ പരാജയപ്പെടുത്തി KAP 4ാം ബറ്റാലിയൻ വിജയികളായി. വിജയികൾക്കുള്ള സമ്മാനദാനം KAP കമാൻഡന്റ് പി സുനിൽ ബാബു നിർവഹിച്ചു. ഏറ്റവും നല്ല കളിക്കാരനായി KAP 4ാം ബറ്റാലിയനിലെ മനോജിനെയും കൂടുതൽ സ്കോർ ചെയ്ത കളിക്കാരനായി KAP 4ാം ബറ്റാലിയനിലെ റോബിനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ലോയിറ്റ് ജോസഫ്, അസിസ്റ്റന്റ് കമാൻഡർമാരായ TP ശ്യാംസുന്ദർ, ജോണി അഗസ്റ്റിൻ, ശ്രീരാമ, CM സുധീർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത പട്ടയങ്ങളും ആധാരങ്ങളും സംസ്ഥാനത്ത് അനവധിയുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. ഗവൺമെന്റ് ജീവനക്കാർ സ്വകാര്യ ഭൂമിയിൽ സർവേ നടത്തുന്നത് നിർത്തലാക്കുമെന്നും മന്ത്രി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം വിളിച്ചോതി ഞായറാഴ്ച ബലിപെരുന്നാൾ. പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി. തളിപ്പറമ്പ് കൂവോട് കീഴാറ്റൂർ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച തെങ്ങോലപ്പുഴുവിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗബാധയേറ്റ തെങ്ങോലകൾ വെട്ടിമാറ്റി തീയിട്ട് നശിപ്പിച്ചു തുടങ്ങി. എതിരികിടങ്ങളെ നിക്ഷേപിച്ചു തുടങ്ങുന്ന പ്രവൃത്തിയും ആരംഭിച്ചു.
തളിപ്പറമ്പ് മട്ടന്നൂർ ബൈപ്പാസ് പാത യാഥാർത്ഥ്യമാകുന്നു. മുല്ലക്കൊടി നണിച്ചേരിക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം 7-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.